ആരും നേരിട്ടില്ല. ജോസേ നീ എല്ലാവരും കത്തിച്ചു അതിൽ വിളക്കെടുത്തിട്ട് അവിടെ വെച്ചോ. സ്കൂളിൽ ഇങ്ങനെ ഇട്ടോ ഞാൻ എടുത്തു കന്നത്തിൽ ഇപ്പുറത്ത് കന്നത്തിൽ സൈഡിലായിട്ടോ ഇതിൻ്റെ അവിടെ തന്നെ വെച്ചോ. സ്കൂളിൽ തന്നെ വെച്ചോ. കന്നത്തിൽ സൈഡിലോട്ടാണ്. ഒരാളവിടെ പിടിച്ചാൽ ഒരാൾ കൊടുത്തേ. അങ്ങോട്ട് കാലിൻ്റെ അടുത്ത് പറ്റാട്ടെ അങ്ങോട്ട് വിടാം. നേരത്തെ എടുത്തിനെ ഒരുപാട് എടുത്തിട്ടുണ്ട്. ലോങ് മെനല്ല ഇതിങ്ങനെ ഗ്യാപ്പ്. ആ ഗ്യാപ്പാക്കല്ല വേമ്പോ ഇപ്പോൾ ഗ്യാപ്പാക്കല്ല എന്ന് പറയാം.
ഇടാം. നെയ്യ് കിട്ടും. ഞാനായിട്ട് വന്നിട്ടില്ല കേട്ടോ. എല്ലാം കുറേ ഉണ്ടാവും. നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നിങ്ങളുടെ നാമം പാടി വരുമ്പോൾ മനസ്സിൽ തന്നെ കൃഷ്ണനും ക്രിസ്തുവും അല്ലാഹുവും നീ തന്നെ ബുദ്ധിയും ശക്തിയും ദൈവമേ ശരണം ജഗദീശ നീയാണേ ശരണെല്ലാവർക്കും നിന്നുടെ നാമം പാടി വരുമ്പോൾ മനസ്സിൽ പേരാവൂരിലെ പ്രിയങ്കരനായ ഭാസ്കരൻ ഡോക്ടറുടെ 20ാം ചരമവാർഷിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാട്ടിൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടന സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും സംഘടനയുടെ മാർഗദർശനം നിറദീപവുമായിരുന്നു. അദ്ദേഹത്തെ ഓർക്കാതെ നമുക്ക് നമ്മുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ അദ്ദേഹത്തിൻ്റെ ഈ ചരമദിനം വർഷം തോറും ഓർത്തു വെച്ചുകൊണ്ട് ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുണ്ട് അസ്ഥിപൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഈ ചടങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് MLA ആയിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, ഇന്ന് വരില്ല, എന്തോ കാര്യമായ തിരക്കുള്ളതിനാൽ ഇന്ന് വരില്ല എന്നുള്ള അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പഞ്ചായത്ത്, നമ്മുടെ പെരാരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വേണുഗോപാൽ ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പേരാവൂര് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജോസഫ് കൊക്കാർ അവരാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ രാവിലെ പോലെ ബസ് സ്റ്റാൻഡ് പരിസരത്തും പോലെ തന്നെ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നെ അതുപോലെ ഇവിടെ മുഖ്യ ഭാഷണം നടത്തുന്നത് സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്രഹാം തോന്നക്കരിയാണ്. അദ്ദേഹം ഇരിക്കൂറിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഭാസ്കരൻ ഡോക്ടർ, സഹോദരൻ രാമചന്ദ്രൻ ഡോക്ടർ ഇവിടെ
വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. തൊട്ടടുത്തായിട്ട് പിന്നെ വാർഡിന്റെ മെമ്പർ ശൈല ടീച്ചർ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല. അവരെ ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മൂന്നൻ മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പിന്നെ നമ്മുടെ സംഘടനയുടെ മുൻ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം ബാബനാരായണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. പിന്നെ അതുപോലെ കൂടെ നമ്മുടെ സംഘടനയുടെ ബ്ലോക്കിന്റെ മുൻ കൺവീനർ ബാലൻ പേരുടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എത്തിയിട്ടില്ല. ഏതായാലും സ്വാഗതം ചെയ്യാം. അതോടൊപ്പം വിവിധ പഞ്ചായത്ത് സമിതി ഭാരവാഹികളും അതോടൊപ്പം തന്നെ വിവിധ യൂണിറ്റുകളുടെ പ്രതിനിധീകരിക്കുന്ന യൂണിറ്റ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഇവിടെ അത് എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ മാന്യ മെമ്പർമാരെയും മെമ്പർമാരല്ലാത്തവരും ഇവിടെ സന്നിഹിതരായ മെമ്പർമാരല്ലാത്തവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജോസഫ് പൊക്കാടിനെ ക്ഷണിക്കുന്നു. രാവിലെ കാലാവസ്ഥ പുഷ്പാർച്ചന വളരെ ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് കഴിഞ്ഞു. MLA നേരത്തെ വിളിച്ചിരുന്നു. MLA പെട്ടെന്ന് അസൗകര്യം കാരണം വരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതുകൊണ്ടാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഗവർണറെ പറഞ്ഞിരിച്ചിട്ടുള്ളൂ. ഏറ്റവും പ്രതീക്ഷിക്കുക ഭാസ്കർ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വളരെ കാര്യങ്ങൾ പറയാനുണ്ട്. നേതാവിലെ നിറസാന്നിധ്യമായിരുന്നു ഭാസ്കർ ഡോക്ടർ. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സീനിയർ സിറ്റിസന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഒത്തിരി കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇവിടെ ഇങ്ങനൊരു സ്ഥലം തരണമെന്നുള്ള ഒരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ സ്ഥലം തന്ന് ഇതിൽ തന്നെ ഒരു ബിൽഡിങ് പണിത് അദ്ദേഹത്തിൻ്റെ കുടുംബം ബിൽഡിങ് പണിത് തന്നു. ഇപ്പോഴും നമ്മുടെ പേരാവൂർ യൂണിറ്റ് ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല. ആയുർവേദ രംഗത്തും അതുപോലെ തന്നെ മറ്റ് അന്ന് ഏക ആശ്രയിക്കാനുണ്ടായിരുന്ന 2 ആളുകൾ പേരാവൂരിലെ ആയുർവേദ ഡോക്ടറായിട്ടുള്ള ഭാസ്കർ ഡോക്ടറും അതുപോലെ തന്നെ തൊണ്ടിയിൽ ഒരു തങ്ക ഡോക്ടറും, അങ്ങനെയായിരുന്നു ആകപ്പാടെ നമുക്ക് ആശ്രയിക്കാനുള്ള ഡോക്ടർമാർ. കൊട്ടിയൂർ മുതലുള്ള ആളുകൾ ഇവിടെ വന്ന് ചികിത്സയ്ക്കായിട്ട് വരും. ആ ചികിത്സ ഒരു പൂർണ്ണമായിട്ടും ആയില്ലെങ്കിൽ തന്നെ ഒരു 90% ചികിത്സ ഈ പ്രദേശം കൊണ്ട് ഇവരെ കൊണ്ട് നടത്തുവാൻ കഴിയും എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ സിറ്റിസന്റെ സംഘടനാ രംഗത്തും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ പ്രശംസ അർഹിക്കുന്നതാണ്. അദ്ദേഹം ആണ് നമ്മുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു ഓഫീസ് വേണമെന്ന് കരുതിക്കൊണ്ട് ഒരു ഫണ്ട് സ്വരൂപിക്കാനുള്ള പരിപാടിയിട്ടത്. ആ പൈസ സ്വരൂപിച്ച ആ ഫണ്ട് വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടിട്ടു. ആ പൈസ തുടങ്ങിയാണ് ഇപ്പോൾ കണ്ണൂര് ഒരു മനോഹരമായ ഒരു ബിൽഡിങ് ഏതാണ്ട് 36 ലക്ഷത്തോളം മുടക്കി ഇപ്പം മേടിച്ചിരിക്കുന്നത്. അതിനൊക്കെ അവസരം ഉണ്ടാക്കുന്നത് ഭാസ്കർ ഡോക്ടറാണ്. ഭാസ്കർ ഡോക്ടറുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വളരെ വിലപ്പെട്ട ദിവസം 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഒരു സഹോദരന്റെ വേർപാട് 20 വർഷം കഴിഞ്ഞിട്ടും മനുഷ്യന്റെ ഹൃദയത്തിൽ പതിഞ്ഞ് അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴവും പരപ്പും നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, വളരെ അപൂർവം ചില വ്യക്തികൾക്ക് കിട്ടുന്ന ബഹുമതിയാണ് ഭാസ്കരൻ ഡോക്ടറിന് കിട്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും കുടുംബജീവിതം നല്ല നിലയിൽ കൊണ്ടുപോകുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് എങ്കിൽ പോലും സമൂഹത്തിന് വേണ്ടി, നാടിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, സമയം കണ്ടെത്തുന്ന ആളുകൾ ഓരോ പ്രദേശത്തും വളരെ വിരളമാണ്. പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ച്, പേരാവൂരിനെ സംബന്ധിച്ച് വാക്കാടൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു ഡോക്ടറുടെ പേരായിരുന്നു തങ്കം ഡോക്ടർ. പേരാവൂർ തങ്കം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെമ്പേരി, ഞാൻ ചെമ്പേരിക്കാരനാണ്, ഇവിടുന്ന് 60 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. ആ കാലഘട്ടത്തിലൊക്കെ പേരാവൂര് തങ്കം, ഭാസ്കരൻ ഡോക്ടർ, ഇങ്ങനെ ചെമ്പേരിയെ സംബന്ധിച്ച് അന്നൊന്നും ഡോക്ടർമാരുടെ ഒരു സേവനമുള്ള സ്ഥലമല്ലായിരുന്നു. വലിയ നാട്ടുവൈദ്യന്മാരുടെ സേവനമുള്ള സ്ഥലമായിരുന്നു ചെമ്പേരി പോലെയുള്ള പ്രദേശങ്ങൾ. സമ്പത്തിനു വേണ്ടി പരക്കം പായുന്ന ഈ ആധുനിക യുഗത്തിൽ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, പ്രായമായ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവിതം ഒരു പങ്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ശ്രീ ഭാസ്കരൻ ഡോക്ടറുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലാ സീനിയർ സിറ്റിസൺ കമ്മിറ്റിയുടെ ജോസഫേട്ടൻ പറഞ്ഞതുപോലെ 10-27 കൊല്ലമായി സംഘടന നിലവിൽ വന്നെങ്കിലും അതിനാവശ്യമായ ഇരിപ്പിടം ജില്ലയെ നിയന്ത്രിക്കുന്നതിന്, ജില്ലയിലെ കീഴ്ഘടകങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിന് നമുക്ക് സംഘടനയ്ക്ക് ഒരു ഓഫീസില്ല എന്നുള്ള തീരാ ദുഃഖം നിലനിൽക്കെ അതിന്റെ ചരിത്രം പഠിച്ചപ്പോൾ ഒരു ചെറിയ ഫണ്ട് ഭാസ്കരൻ ഡോക്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലത്തിൽ ബാങ്കിലിട്ടു എന്ന് മനസ്സിലാക്കി. ഏകദേശം 1 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്ന് അത് പിരിച്ചത്. അതിന്റെ പലിശ കൂടി വന്ന് ഏകദേശം 2 ലക്ഷം രൂപയുണ്ടെന്ന് മനസ്സിലാക്കി. പക്ഷെ അന്നത് പ്രാവർത്തികമാക്കാൻ അന്നത്തെ ആളുകൾക്ക് കഴിഞ്ഞില്ല. എങ്കിൽ പോലും 2 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇതിനെപ്പറ്റി പഠിക്കുകയും ആ ഫണ്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വളരെ സമഗ്രമായ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് വർക്ക് നടത്തും. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. പേരാവൂര് ബ്ലോക്ക്, ഇരിട്ടി ബ്ലോക്ക് എന്ന് വേണ്ട, കണ്ണൂർ ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിൽ നിന്നും പെട്ടെന്ന് വളരെ സമർത്ഥമായ രീതിയിൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ജോസഫേട്ടൻ പറഞ്ഞതുപോലെ 32 ലക്ഷം രൂപ മുടക്കി മനോഹരമായ ഒരു കെട്ടിടം നമുക്ക് കണ്ണൂർ ജില്ലയിൽ പള്ളിക്കുളം എന്ന സ്ഥലത്ത് നമുക്ക് വാങ്ങുവാൻ കഴിയും. ആ കെട്ടിടം ഉദ്ഘാടനം നടന്ന അവസരത്തില് നമ്മള് പൂർവികരെ സ്മരിക്കുന്ന ആ ഒരു അവസരത്തില് ആദ്യമായി ആ കമ്മിറ്റിയിൽ വന്ന ഒരു നിർദ്ദേശമാണ് ഡോക്ടർ ഭാസ്കരൻ ഡോക്ടറുടെ ഒരു ഛായാപടം നമ്മുടെ ഓഫീസിൽ അനാച്ഛാദനം ചെയ്യുക എന്നുള്ളത്. സംബന്ധിച്ച് ഒരു പരിധിവരെ സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിലും സന്തോഷപ്രദമായ ഒരു ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കടമ്പകൾ ഇനിയും നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും ചെല്ലുന്തോറും മക്കളുമായുള്ള അകൽച്ച, കുടുംബ വഴക്കിനെ സംബന്ധിച്ചോ അല്ല കുടുംബ ചർച്ചയില്ലായ്മയെ സംബന്ധിച്ചോ അല്ല ഞാൻ പരാമർശിക്കുന്നത്. ജോലി സ്ഥലങ്ങളിൽ പഴയ കാലത്തെ പോലെ തന്നെ 3-4 മക്കളുണ്ട്. അവരെല്ലാം നമ്മൾ ആരെങ്കിലും ഒരാൾ നമ്മുടെ തുണയായി നമുക്കുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് ജോലി സാധ്യതകൾ നേടി അന്യ സംസ്ഥാനങ്ങളിലും പോകുന്നത് കൊണ്ട് വയോജനങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പല വീടുകളിലും ഉള്ളത്. ചെമ്പേരിയില് വിയാരിച്ചൻ ഒരിക്കൽ പള്ളിയിൽ പ്രസംഗിച്ചു. നമ്മുടെ ഇടവകയില് അപ്പനും അമ്മയും അല്ലെങ്കിൽ അപ്പൻ മാത്രം അമ്മ മാത്രം ജീവിക്കുന്ന
ഏകദേശം 1500-2000-ലധികം ജനസംഖ്യയുള്ള ആ പ്രദേശത്ത് ഏകദേശം 400 വീടുകളോളം ഒന്നെങ്കിൽ അപ്പനും അമ്മയും അല്ലെങ്കിൽ അപ്പൻ മാത്രം അമ്മ മാത്രം ജീവിക്കുന്ന വലിയ കുറ്റൻ വീടുകളുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സാഹചര്യമാണെന്ന് ഒരിക്കൽ പള്ളിയിലെ പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി. ഇപ്പൊ നമ്മുടെ സാഹചര്യങ്ങൾ മാറി. നമുക്കിപ്പോ കൂട്ടായിട്ട് പല കാര്യങ്ങളിലും ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ടൈമുകൾ ആയിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംഘടനാബോധം വളർത്തുകയും നമ്മുടെ കൂട്ടായ്മ വളർത്തുകയും അതോടൊപ്പം സഹോദരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വയോജനങ്ങളെ സംബന്ധിച്ച് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പറയേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ തോന്നുന്നു. എങ്കിൽ പോലും പല സർക്കാരിൽ നിന്ന് പല ആവശ്യങ്ങളും നമ്മൾ നേടിയെടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത സംഘടന എന്ന നിലയ്ക്ക് അതിന് ചുക്കാൻ പിടിച്ച ഭാസ്കരൻ ഡോക്ടറെ പോലുള്ള ആളുകൾ നയിക്കുന്ന നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് ഇനിയും നമുക്ക് വയോജനങ്ങൾക്ക് വേണ്ട ഒട്ടനവധി കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള സർക്കാരിൽ നിന്നും നമുക്ക് വാങ്ങിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമത്തിൽ നമുക്ക് പങ്കാളികളാകാം. ഒരു ദീർഘമായ സംസാരം നടത്തേണ്ട ടൈമല്ല എന്നെനിക്കറിയാം. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിച്ച് നടത്തുന്ന ഈ പേരാവൂർ ബ്ലോക്കിനെ നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മൾ ചെയ്ത ഊരിന് നന്ദിയുള്ളവരായിരിക്കണം. മക്കളോടായാലും അപ്പനോടായാലും സമൂഹത്തോടായാലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, മക്കള് നല്ലതായി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നന്നായി പ്രവർത്തിക്കും, നമ്മളെ സ്നേഹിക്കുമ്പോൾ അവരോടെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഭാസ്കരൻ ഡോക്ടറോടുള്ള നന്ദി നമ്മൾ അറിയിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം എന്ന് മാത്രം ഉത്ബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനായ രാമേന്ദ്രന് സ്വാഗതം കേൾക്കാനാണ് സ്വാഗതം പറഞ്ഞത് സംസാരിക്കുന്നതിന് വ്യക്തിത്വങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്ന ബന്ധുജനങ്ങളെ സുഹൃത്തുക്കൾ, ഡോക്ടർ വി ഭാസ്കരൻ എന്നത് പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഐക്കണായി ഞങ്ങളൊക്കെ അഭിമാനത്തോടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വം. എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സാധാരണഗതിയിൽ ദൂരെയുള്ള ഒരു യാത്രയാണെങ്കിൽ ആളുകൾ ചോദിക്കും എവിടെയാണ്. ന്യായമായിട്ട് ഇപ്പം ചോദിക്കാറില്ലേ? ഇപ്പം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും മുഖത്തോട് മുഖം കാണാറുണ്ടോ? എല്ലാവരും ഈ ഒരു പെട്ടിയിൽ ഇങ്ങനെ നോക്കിയിട്ടില്ല. ഒരു ഫോണിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചുരുക്കി. ഞാൻ പലപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്, പണ്ട് ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഒരു രസം എന്താ വെച്ചാൽ തൊട്ടടുത്തുള്ള ആളോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം ആയിരിക്കും, ഇന്ന് ഭയങ്കര ചൂടായില്ലേ ചോദിക്കില്ലേ? അല്ലെങ്കിൽ തണുപ്പ, ഭയങ്കര മഴ. ഇതൊക്കെ ഒരു ഇൻട്രഡക്ഷൻ, ആദ്യമായി തുടങ്ങാൻ വേണ്ടി, ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ വേണ്ടി, ഒരു ബന്ധം തുടങ്ങാൻ വേണ്ടി, ഒരു സ്നേഹം തുടങ്ങാൻ വേണ്ടിയുള്ള ആദ്യ വാചകങ്ങളാണ് ഇവയൊക്കെ. സാധാരണഗതിയിൽ ഞാൻ പലപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും എവിടുന്നാണ് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം അതായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും പേരെന്താണ്, എവിടെയാണ് എന്നായിരിക്കും ചോദിക്കുക. എവിടെയാണ് എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂരിന് പുറത്താണെങ്കിൽ ട്രെയിൻ യാത്രയെങ്കിൽ അവർ ചോദിച്ചാൽ ഞാൻ പറയും പേരാവൂരിൽ. അടുത്ത ചോദ്യം ഇങ്ങോട്ട് വരും, ജിമ്മി ജോണിൻ്റെ നാട്ടിൽ അല്ലേ എന്നായിരിക്കും അടുത്ത ചോദ്യം. ഞാനിത് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പേരാവൂരിൻ്റെ പുറത്താണ്, കണ്ണൂർ ജില്ലയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആളുകൾ ചോദിക്കും എവിടെയാണ്, പേരാവൂർ. ഇപ്പോൾ ഭാസ്കരൻ ഡോക്ടർ നാട്ടില്ലേ, അടുത്ത ചോദ്യമില്ലായി. ഇത് പലപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാസ്കരൻ ഡോക്ടർ പേരാവൂരിൻ്റെ ഒരു ഐക്കണായി, പോരാട്ടനെ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ ഒരു സമൂഹമാക്കി വളർത്തിയെടുക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് ഭാസ്കരൻ ഡോക്ടർ. എന്നേക്കാൾ നന്നായി ഇത് പറയാനറിയുന്ന ജയപ്രകാശൻ്റെ മുമ്പിലുണ്ട് എന്നെനിക്കറിയാം. ജയപ്രകാശ് അദ്ദേഹത്തിൻ്റെ ഒരു
സംഘടിതമായ ശക്തിയുടെ ഭാഗമായിരുന്നു ഒരുപാട് കാലം. ഞാൻ അസൂയയോടെ അദ്ദേഹത്തെ നോക്കിക്കണ്ടിട്ടു. അതാണ് ഭാസ്കരൻ ഡോക്ടർ. ഭാസ്കരൻ ഡോക്ടറെ കുറിച്ച് എന്താ ഭാസ്കരൻ ഡോക്ടർ പ്രത്യേകത? ഭാസ്കരൻ ഡോക്ടർ വലിയ സമ്പന്നനായിരിക്കും, അതിനേക്കാൾ സമ്പന്നനായിട്ടുള്ള എത്രയാളുടെ പേരാണ്. ആ സമ്പത്തല്ല ഭാസ്കരൻ ഡോക്ടർ പ്രത്യേകത. ആ സമ്പത്ത് ഈ സമൂഹത്തിന് വേണ്ടി അല്പമെങ്കിലും ചിലവഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ് ഭാസ്കരൻ ഡോക്ടർ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവനായി മാറുന്നത്. ഇന്ന് ഒരുപാട് കാലം കഴിഞ്ഞു ആ ഓർമ്മകൾ നമുക്ക് ആവേശമായി മാറുന്നത് അതുകൊണ്ടാണ്. നമ്മളെ പോലുള്ള അസംഘടിതരായിട്ടുള്ള വൃദ്ധജനങ്ങൾ, ഇപ്പൊ ഞാൻ വൃദ്ധജനാണ്, അങ്ങനെ ആയിട്ടില്ല അദ്ദേഹത്തിന്റെ കാര്യത്തിൽ, വൃദ്ധജനങ്ങൾക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കി തരാൻ ശ്രമിച്ചത് ശ്രീ ഭട്ടതിരിപ്പാട്. ഓർമ്മയില്ലേ? കൂത്തുപറമ്പിലെ ഭട്ടതിരിപ്പാട്, അഡ്വക്കേറ്റ് ഭട്ടതിരിപ്പാട്. ഭട്ടതിരിപ്പാടിന് ശേഷം ഭട്ടതിരിപ്പാടിനോടൊപ്പമോ അതിൽ പങ്കാളിയായിട്ടുള്ള ആളാണ് ഡോക്ടർ വി ഭാസ്കരൻ. അദ്ദേഹത്തിന്റെ മാസ്മരികമായ നേതൃത്വം, ആ നേതൃത്വം നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് ഔദാര്യങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് പ്രിയപ്പെട്ട ഓർമ്മകളും. നമുക്ക് ബസ്സിൽ പ്രത്യേകതകൾ ഉണ്ടായത് സീനിയർ സിറ്റിസൺ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് ഭാസ്കരൻ ഡോക്ടറുടെ ഒരു മെമ്മോറാണ്ടത്തിന്റെയും അതോടൊപ്പം വന്നിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രഷറിന്റെയും ഭാഗത്താണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ കൂടി കൂട്ടിയിട്ടാണ് അന്ന് പോയിട്ട് ആളുകളെ കണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചതും ഇത് നേടിയെടുത്തത്. ആ ഒരു കാലത്തെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി കാലത്തോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞ അപൂർവതയാണ് ഭാസ്കരൻ ഡോക്ടർ. നേരത്തെ പറയുമ്പോൾ ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ വരുന്നതിന് മുമ്പാണ് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയത് എന്നുള്ളതുകൊണ്ട് എനിക്ക് അഭിനയിക്കുന്നു. അദ്ദേഹം അബ്രഹാം സാറ് നേരത്തെ കുടുംബത്തെ പറഞ്ഞു. നിങ്ങൾ ഈ കുടുംബത്തെ പറ്റി പറയുന്നുണ്ടല്ലോ, ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ എത്രയാൾ അച്ഛനമ്മേനെ നോക്കി? ഈ എൻ്റെ ഇപ്പൊ അടുത്ത ദിവസം ഒരു തമാശയുണ്ട്. അടുത്ത ദിവസം ഒരാള് എന്നെ ഫോൺ ചെയ്തു. സമയമുണ്ടല്ലോ അല്ലേ? എന്നൊക്കെ വന്ന ഉടനെയാണ് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഹിന്ദിക്ക് ഏ. ഞാൻ ചോദിച്ചു, എന്താ നീ പറഞ്ഞത്? ഹിന്ദിക്ക് ഏ. ഞാൻ ചോദിച്ചു, എന്താ? എനിക്ക് മനസ്സിലായില്ല, നീ എന്താ പറയാൻ വന്നത്? ഹിന്ദിക്ക് ഏ. മൂന്നാമത്തെ പ്രാവശ്യം ഇയാൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, അതുകൊണ്ടെന്താ? ഹിന്ദിക്ക് കുട്ടിക്ക് എ ആണ് കിട്ടിയത് എന്നാണ്. ബാക്കി 6 സബ്ജക്ട്, 7 ഇപ്പൊ സബ്ജക്ട് 7 ഉള്ളു. 6 എണ്ണത്തിലും A+ ഉണ്ട്. ഈ കുട്ടിക്ക് ഹിന്ദിക്ക് എ ആണ് കിട്ടിയത് എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല, നീ ഒന്ന് ആ കുട്ടീനെ കണ്ടിട്ടൊന്ന് ഉപദേശിക്കണം. ഏത് 6 A കിട്ടിയിട്ട് 1 A+ കിട്ടി, 1 മാത്രം A കിട്ടിയ ഈ കുട്ടീനെ വിളിച്ചിട്ട് ഞാൻ ഉപദേശിക്കണം. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഉപദേശിക്കാം. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ വൈകുന്നേരം ഓഫീസിലുണ്ടാവും 4 മണിക്ക്. നീ കുട്ടീനെ കൂട്ടി അങ്ങ് വാങ്ങും. വരുമ്പോൾ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭാര്യന്റെ SSLC ബുക്കും കൂടി അങ്ങ് എടുത്തോളൂ. നിന്റെ ഭാര്യയുടെയും SSLC ബുക്കും കൂടി അങ്ങ് എടുത്തോ. ആരാ എത്ര A+ കിട്ടിയെന്ന് നമുക്കൊന്ന് അറിയാം. നമ്മൾ ആരെയെ കുറ്റപ്പെടുത്താൻ? നമ്മൾ അച്ഛനും അമ്മേനെ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? നിങ്ങളെ കുട്ടികളെ നോക്കൂ. ഇനി അഥവാ നോക്കാൻ പറ്റിയിട്ടില്ല, അതൊരു കുറ്റായി കാണണ്ട. നമ്മളെ മക്കളല്ലേ, നമ്മളെ മക്കൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നവരായി വളർന്നു വരികയല്ലേ വേണ്ടത്. വളർന്നു വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറുപ്പക്കാരോട് പറയേണ്ട വാക്കുകളല്ലേ ഇത്. അല്ല, നമ്മളിപ്പോ വാർദ്ധക്യത്തിലല്ല, 2ാം യുവത്വത്തിലാണ്. നിങ്ങളൊക്കെ 2ാമത് ചെറിയ കുട്ടികളായി ഇപ്പൊ യുവാക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ പണ്ട് പറയാറുള്ള ഒരു കഥയുണ്ട്. പണ്ട് നമ്മളൊരു യാത്രയെ കുറിച്ച് സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ശരാശരി മനുഷ്യരുടെ യാത്ര ഇപ്പോഴത്തെ കാലത്ത് ഒരു യാത്ര എന്താ? അച്ഛനും അമ്മയും കോനായി ഇരിക്കുന്നുണ്ടാവും, ഭാര്യയും ഭർത്താവും ഒരു മാരുതി കാറിൽ കയറിയിരിക്കും, കുട്ടികൾ 2 ഉണ്ടെങ്കിൽ അത് ബാക്കിൽ വരും. പിന്നെ അച്ഛനും അമ്മക്കും സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം അപ്പൂപ്പനെ അമ്മൂമ്മനെയും കൂട്ടും. അപ്പൂപ്പനെ അമ്മൂമ്മനെയും പിന്നെ കൂട്ടാം. പിള്ളേരിതാ പഠിക്കുക. കുട്ടികൾ നാളെ വലുതായാല് നിങ്ങളെ കൂട്ടൂല. നിങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയും ആവുമ്പോൾ നിങ്ങളെ കൂട്ടൂല. അവര് പഠിച്ചത് അതാണ്, നിങ്ങൾ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് കൊടുത്തതേ കിട്ടൂ എന്നൊരു ഫ്രേസില്ലേ, നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ള ഒരു കാര്യമില്ലേ. അത് മാത്രമേ നിങ്ങൾ ആലോചിക്കൂ. നമ്മളെ മക്കളൊക്കെ നല്ല മക്കളാണ്. നമ്മളെ മക്കളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം എവിടെയാണ് മാറുന്നത്? ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. എനിക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ട്.
എൻ്റെ മൊബൈൽ ഫോണ് എന്തെങ്കിലും ഒന്ന് കേടായാൽ ഞാൻ ആദ്യം ചോദിക്കുക ആരെയാണെന്നറിയോ? എൻ്റെ മോനെയാണ്. അവനിവിടെ ഇല്ല. അവന്റെ കയ്യിൽ ഞാനിത് കൊണ്ടുപോയി ഇതിന്റെ റിംഗ്ടോൺ ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് അത് മാറ്റിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ 1.5 മണിക്കൂർ ഇരുന്ന് കുട്ടിയാൽ ഇത് മാറൂല. കാരണം ആധുനികമായ കുട്ടികളും അവരുടെ ടെക്നോളജിയും നമ്മിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. നമ്മളത് തിരിച്ചറിയണം. നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ടവരല്ല, മറിച്ച് അവരോടൊപ്പം വേഗത്തിൽ ഓടാൻ കഴിയാതെ പോയ ഒരു തലമുറയുടെ പ്രതിനിധികളാണ് നമ്മളും നിങ്ങളും ഞാനും ഒക്കെ. അവരോടൊപ്പം വേഗതയിൽ ഓടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ ഈ സെന്റിമെന്റ്സ് ഒന്നും പറയരുത്. നമുക്കുള്ള സൗകര്യം മതി. ആ സൗകര്യത്തിൽ നേരത്തെ സാറ് പറയുമ്പോൾ പറഞ്ഞു ഏതൊക്കെയോ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ വാർദ്ധക്യത്തെ കുറിച്ച്. സത്യം, ആ ഒറ്റപ്പെടൽ മാറ്റാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? സീനിയർ സിറ്റിസണിന്റെ ഭാഗമാകാൻ പറഞ്ഞു. കൂട്ടായിട്ട് നമുക്ക് ഒഴിപ്പിക്കലിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി, വർത്താനം പറയാനുള്ള സംവിധാനം ഉണ്ടാക്കി. അത് ഓരോ പഞ്ചായത്തിലും വരട്ടെ. സീനിയർ സിറ്റിസന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ എടുക്കാൻ രാത്രി മാത്രം വീട്ടിൽ പോയാൽ മതി. വിടൂല കേട്ടോ. അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ പ്രധാന ഉദ്യോഗം പിള്ളേരെ സ്കൂൾ കൊണ്ടാക്കുവാനും കുട്ടികളെ നോക്കുവാനും ഇതെല്ലാം നമ്മളെ ഉത്തരവാദിത്വം അല്ലേ? ഇതൊക്കെ സത്യസന്ധമായി നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളത് ഒരു ബാധ്യതയായി കാണുന്ന ആളുകളേ അല്ല. അത് നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ടുള്ള ജോലിയാണ്. ആ സന്തോഷം ഈ ലോകത്ത് ചെറിയ കുട്ടികളുമായി, ഏറ്റവും ചെറിയ മക്കളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരാണ് അപ്പൂപ്പൻ അമ്മൂമ്മ എന്നുള്ളത്, അല്ലേ? അച്ഛനോടും അമ്മയോടും പിള്ളേർക്ക് സ്നേഹമുണ്ടോ? ഇല്ല. നമ്മളോടോ അതിഭയങ്കര സ്നേഹം. കാരണമുണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ഇടക്കൊന്നും മുഴുവൻ നമ്മൾ തൊടൂലല്ലോ. നമ്മളിങ്ങനെ പൊന്ന് പോലെ കൊണ്ട് നടക്കില്ലേ? അതുകൊണ്ട് നമ്മൾക്കൊരു തലമുറയുണ്ട് എന്ന് തിരിച്ചറിയാം. പണ്ട് ചെറുപ്പത്തിലെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കഥയും കൂടി ആവർത്തിച്ചുകൊണ്ട്, അവന്റെ അച്ഛൻ, അവൻ വലിയ സമ്പന്നനായി, പുറത്തൊക്കെ പോയി പഠിച്ച് വലിയ ആളായി, ഒരുപാട് സമ്പാദ്യങ്ങളായി. അങ്ങനെ ഗൾഫിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ വീടൊരു ഗംഭീര വീടെടുത്തു. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഗംഭീര വീടൊക്കെ ആക്കിയപ്പോ ഈ വയോവൃദ്ധനുണ്ടല്ലോ, ഈ വയസ്സായിട്ടുള്ള അപ്പൂപ്പൻ, ആ അപ്പൂപ്പൻ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൂപ്പൻ സ്ഥിരമായ ഒരു ചാരു കസേരയിൽ ഇങ്ങനെ ചാരി ഇരിക്കാറാണ് പതിവ്. അദ്ദേഹം പുറത്തോട്ട് പോകുന്ന ആള് ആരാ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, എവിടുന്നാ വരുന്നത്? നമ്മളൊരു പ്രത്യേകത, നമ്മളിപ്പോ വർത്താനം പറയാൻ ആളെ കിട്ടാണ്ട് നടക്കുന്ന ആളുകളാണ്, അല്ലെ? ഒരാളെ ഒന്ന് വർത്താനം പറയാൻ കിട്ടിയിട്ട് എത്ര കാലമായി. നമ്മക്ക് ഒന്നിച്ചിരിക്കാം, ഒന്നിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാം. അതല്ലാണ്ട് എന്താ ചെയ്യാം? അല്ലാണ്ട് ആരെങ്കിലും വർത്താനം പറയാൻ, ഇപ്പൊ മക്കളെ വർത്താനം പറയാൻ പറ്റുമോ? ഇല്ല. വർത്താനം പറയാൻ പറ്റില്ല. അവർക്ക് തിരക്കാണ്. അവർ നമ്മളെ പോലെ തന്നെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. നമ്മളെ വെട്ടിപ്പിടിച്ചിട്ട് എവിടെയാ എത്തിയെന്ന് മക്കളോട് ആദ്യം പറഞ്ഞു കൊടുക്കണം. മോനെ, ഞാനും എന്റെ അച്ഛനും കൂടി ഉണ്ടല്ലോ, ഇതെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് ഇതാ ഇപ്പൊ സീനിയർ സിറ്റിസൺ ലഭിക്കാൻ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ആലോചിച്ചോ, നീയും വെട്ടിപ്പിടിച്ചിട്ട് അവസാനം എത്താൻ പോകുന്നത് ഇവിടെ തന്നെയാണ് എന്ന് കുട്ടികളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ എന്താ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. കുറെ കൂടി മോശമായിരിക്കും അവരുടെ സ്ഥിതി. എന്താ മോശം എന്നറിയോ? ഇത്രയും സെന്റിമെന്റ്സ് ഉണ്ടാവില്ല, ഇത്രയും ഇഴയെടുപ്പം അവരുടെ സ്നേഹത്തിനുണ്ടാവില്ല, ഇത്രയും ബന്ധങ്ങൾ അവർക്കൊപ്പം ഉണ്ടാവില്ല. അതാണ് അവരനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം. അത് അത്രയൊന്നും അനുഭവിക്കാത്ത ഒരു തലമുറയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ ഒരു വയോവൃദ്ധനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചത്. അദ്ദേഹം ഇങ്ങനെ ചാരുകസേരയിലിരിക്കുമ്പോൾ വലിയ വലിയ ആളുകൾ വരും. ഇയാള് വലിയ പൈസക്കാരനാണ്. വന്ന് കളവനെ കണ്ടിട്ട് ചോദിക്കും ഇതാരാ? അപ്പൊ ഇയാൾക്കൊരു മോശം എങ്ങനെ അച്ഛനാന്ന് പറയാ. അങ്ങനെ അച്ഛനെ പുറകിലുള്ള ഒരു റൂമിലേക്ക് മാറ്റി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ആ റൂമിൽ ബന്ധുക്കൾ വന്നപ്പോ ഇദ്ദേഹത്തെ പിടിച്ച് തൊട്ടപ്പുറത്തുള്ള ആലയുടെ അവിടെ ഒരു കസേര ഇട്ടിരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഭക്ഷണമൊക്കെ ഇവിടെ തരുമോ, അച്ഛൻ വീട്ടിലേക്ക് വരണ്ട, പലരും ഇവിടെ വരുന്നതാണ്, അവൻ അച്ഛൻ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അച്ഛൻ അവിടെ ഇരുന്ന് അച്ഛന് ഭക്ഷണം ഇങ്ങനെ പുറത്തു കൊണ്ടുപോയിട്ട് കൊടുക്കും. അങ്ങനെ പുറത്തു കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു ദിവസം ഈ കൊച്ചു മോനും അച്ഛൻ്റെ ഒന്നിച്ച് കൂടെ ചെല്ലും. ഈ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൂടെ ചെല്ലും. കൂടെ ചെന്നപ്പോ ഇവന്റെ ഈ കൊച്ചുമോന്റെ മുമ്പെന്ന് ഈ ജയിലിലുള്ള പോലെ
ഈ വൃത്തികെട്ട ചുറ്റുപാടിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ദൈന്യതയോർത്ത് ഈ വൃദ്ധൻ ആ പാത്രം ഇങ്ങനെ എറിഞ്ഞുടക്കാൻ പോകുമ്പോ ഈ കൊച്ചുമോൻ വിളിച്ചു പറഞ്ഞത്രേ, അപ്പൊ അത് ഉടക്കരുത്. അപ്പൊ ചോദിച്ചു, എന്താ? അച്ഛനത് വേണം, നാളെ അച്ഛന് വേണ്ടി ഇത് കരുതി വെക്കണം എന്ന് പറഞ്ഞ കൊച്ചുമക്കളുള്ള ലോകമാണ് നമ്മുടെ. കാരണം ഇത് തലമുറ തലമുറ കൈമാറി മുദ്രാവാക്യം, ഇപ്പൊ ജയം വിളിക്കുന്ന മുദ്രാവാക്യം പോലെ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറയാറില്ലേ, അങ്ങനെ കെടാതെ സൂക്ഷിക്കുന്ന ഒരു തലമുറയാണ്. അതുകൊണ്ട് നല്ല നല്ല ഓർമ്മകൾ മാത്രം ആ തലമുറയ്ക്ക് കൊടുക്കുക, നല്ല നല്ല സ്നേഹം മാത്രം അവർക്ക് നൽകുക. നമ്മുടെ ഈ കൂട്ടായ്മ അതിശക്തമായി നിലനിൽക്കുക. പറയാനും സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി പിത്തന പറയാനും ഇത്തിരി പിത്തന എന്ന് പറഞ്ഞിട്ട് ഇതെന്തൊരു ജീവിതം ഇടോന്ന് ഞാൻ അറിയാതെ വിളിച്ചു പോയതാണ്. എന്തൊരു ജീവിത സാറ് പോലെ. അതുകൊണ്ട് ഇത്തിരി പിത്തന പറയാനും ഇത്തിരി തമാശകൾ പരസ്പരം കൈമാറാനുമുള്ള നല്ല നല്ല വേദികളായി സീനിയർ സിറ്റിസന്റെ ഇതുപോലുള്ള യോഗങ്ങൾ മാറട്ടെ എന്നും അവ ഒരു കൂട്ടായ്മയായി മാറി നാടിനതൊരു മാതൃകയായി മാറട്ടെ. അതാണ് ഡോക്ടർ വി ഭാസ്കരൻ കണ്ടിട്ടുള്ള സ്വപ്നം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സ്വായത്തമാക്കാൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി ഈ സംഘടനയെ ശക്തിപ്പെടുത്തലാണ് എന്ന തിരിച്ചറിവോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. സാരഥിയായിരുന്ന പേരാവൂരിന് എങ്ങനെ പേരാവൂരാകണം എന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന ശ്രീ ഭാസ്കരൻ ഡോക്ടറെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യും. സ്വാഗതം ആശംസിച്ച അബ്രഹാം ജില്ലാ പ്രസിഡന്റ് അബ്രഹാം കോളക്കര, വൈസ് പ്രസിഡന്റ് പി കുഞ്ഞികൃഷ്ണൻ, നമുക്കിവിടെ സംസാരിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഭാരവാഹി കെ രാമേന്ദ്രൻ സാർ, വിവിധ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളെ, യൂണിറ്റ് ഭാരവാഹികളെ, മെമ്പർമാരെ, സുഹൃത്തുക്കളെ, കൂടുതലായി കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെയേറെ ബുദ്ധിമുട്ടി സമയം കണ്ടെത്തി വന്നവരാണ് നിങ്ങളെല്ലാവരും. ഈ സദസ്സ് പ്രൗഢമായി നടത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ ഏറെ കടപ്പാടും ഏറെ സന്തോഷവും ഞാൻ നിങ്ങളെ അറിയിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരൻ ഡോക്ടറുടെ 21ാം ചരമദിനം 20 വർഷം കഴിഞ്ഞു. 21ാം ചരമദിനം ഇവിടെ പ്രൗഢഗംഭീരമായി നടത്തുന്നതിനെ പറ്റി കഴിഞ്ഞ കമ്മിറ്റികളിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഏവരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഭാസ്കരൻ ഡോക്ടർ സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് MCV ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി തോളോട് തോട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു മകൻ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭവന സ്മരണയിൽ ഞാൻ ദുഃഖിക്കുന്നു, ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനോട് ഞാൻ പങ്കുവെക്കുന്നു. ഭാസ്കരൻ ഡോക്ടർ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു. ഈ പേരാവൂർ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ കൂടാതെ യോഗാധ്യക്ഷൻ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ ശ്രീ ജോസഫ് കോക്കാട്, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിവിടെ എത്തി നിങ്ങളോട് സംബന്ധിച്ച കണ്ണൂർ ജില്ലാ KSCFിൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്രഹാം തോണക്കര, എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച വ്യാപാരി വ്യവസായി സമിതിയിലെ ഏകോപന സമിതി നേതാവ് ശ്രീ രാമേന്ദ്രൻ, ഇവിടെ വേദിയിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മുകുന്ദൻ, പേരാവൂർ യൂണിറ്റിൻ്റെ ശ്രീ നാരായണൻ മാസ്റ്റർ,
ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രീ നാണോ ബാബനാരായണൻ തുടങ്ങി പ്രയോജന വേദിയുടെ നേതാക്കളെ, വിവിധ യൂണിറ്റുകളുടെ ഭാരവാഹികൾ, ഇവിടെ എത്തിച്ചേർന്ന ഭാരവാഹികളെ, ഇന്ന് പ്രിയപ്പെട്ട ഭാസ്കരൻ ഡോക്ടർ നമ്മളെ വിട്ടുപിരിഞ്ഞ് 20 വർഷം തിരിയുക. എല്ലാ വർഷവും ഈ ദിനം മെയ് 20-ാം തീയതി നമ്മളിങ്ങനെ ഒത്തുകൂടുകയും ശ്രീ ഭാസ്കരൻ ഡോക്ടറെ അനുസ്മരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശവുമുണ്ട്. പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇന്ന് കാണുന്ന പേരാവൂരിന്റെ അടിസ്ഥാന ശരിയേറ്റത് ശ്രീ ഭാസ്കരൻ ഡോക്ടറായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അശേഷം പ്രയാസം. നമ്മളിന്ന് കാണുന്ന പേരാവൂരിനെ വാർത്തെടുത്തത് ശ്രീ ഭാസ്കരൻ ഡോക്ടറുടെ ദീർഘവീക്ഷണവും കുശാഗ്രബുദ്ധിയുമായിരുന്നു എന്ന് പറയുന്നത് ഒരു പ്രയാസവുമില്ല. അന്നത്തെ കാലത്ത് ഒരു ജനകീയ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളും, അദ്ദേഹത്തെ അറിയാത്തവർ എത്രമാത്രം ഉൾക്കൊള്ളും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മലയോര മേഖലകളിൽ ഒരു പെട്ടിയിൽ ആവശ്യമുള്ള മരുന്നൊക്കെ എടുത്ത് നടന്നു പോയി രോഗികളെ ശുശ്രൂഷിച്ച ഒരു ഡോക്ടറായിരുന്നു ശ്രീ ഭാസ്കരൻ ഡോക്ടർ. അദ്ദേഹത്തിന്റെ ചികിത്സക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ മരുന്ന് ഒരു വലിയൊരു കാര്യമാണ്. മരുന്നിന്റെ ഒപ്പം തന്നെ ഭാസ്കരൻ ഡോക്ടറുടെ പെരുമാറ്റം, നിങ്ങളോടുള്ള പരിചരണം, ഒന്ന് പുറത്തൊക്കെ തട്ടി എന്ത് രോഗമാണ്, എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് വരുന്ന തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സമാധാനിപ്പിക്കല്, പകുതി രോഗം പോകും. അദ്ദേഹത്തിന്റെ ചികിത്സയുടെ പ്രത്യേകത രീതി അതായിരുന്നു. അങ്ങനെയുള്ള ഒരു ജനകീയ ഡോക്ടറായിരുന്ന ശ്രീ ഭാസ്കരൻ ഡോക്ടർ നമ്മെ സംബന്ധിച്ചിടത്തോളം CMCV പട്ടേരിപ്പാട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാരെ കൂട്ടിയിരുത്തിക്കൊണ്ട് കൂത്തുപറമ്പിൽ വെച്ച് കേരള സീനിയർ സിറ്റിസൺ ഫോറം, അന്ന് കൂത്തുപറമ്പ് സീനിയർ സിറ്റിസൺ ഫോറായിരുന്നു ആദ്യം 93-ൽ. അതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിന്റെ സംസ്ഥാന ഭാരവാഹിയായും 96-ൽ കേരള സീനിയർ സിറ്റിസൺ ഫോറമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണൂർ ജില്ലയിൽ കുറെ യൂണിറ്റുകൾ വന്നപ്പോൾ ആ യൂണിറ്റുകളെ ഏകോപിച്ചുള്ള ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ആദ്യമായി ഉണ്ടാക്കിയ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ സംഘടനയ്ക്ക് നേരായ മാർഗം കാണിച്ചു തരികയും പ്രവർത്തകന്മാരെ ഇതിലേക്ക് ആകർഷിക്കുകയും എന്തായിരിക്കണം സംഘടനാ പ്രവർത്തനം എന്ന രീതിയിൽ നമുക്ക് ആവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്ത ഒരു മാന്യ വ്യക്തിയായിരുന്നു ശ്രീ ഭാസ്കരൻ ഡോക്ടർ എന്ന് പറയുന്നത് എനിക്ക് അശോഷം സംശയമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ സംഘടന അന്ന് ജില്ലയിൽ ആകമാനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അന്നുള്ള വളരെ കുറഞ്ഞ യൂണിറ്റുകൾ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ യൂണിറ്റുകളിൽ നിന്ന് സമാഹരിച്ച 98,000 രൂപ അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിക്കുകയും ഒരു ആസ്ഥാന മന്ദിരം വേണം സീനിയർ സിറ്റിസൺ ഫോറത്തിന് എന്ന ഉദ്ദേശത്തോടു കൂടി അത് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തിന് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റുമാരും ഒരുപാട് കാലം അതിന് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഞാൻ ഭാരവാഹിയല്ല, പക്ഷെ അത് ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിരുന്നു. അതിന് ശേഷമുള്ള എല്ലാ പ്രസിഡന്റുമാരും അതിന് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ സാധിച്ചില്ല. കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയാണ് അതിന് എന്തായാലും അത് നമുക്ക് നടപ്പിലാക്കണമെന്ന ധാരണയിൽ ഈ ഭാസ്കരൻ ഡോക്ടർ നിക്ഷേപിച്ച പൈസ അടക്കം എടുത്ത് 2 ലക്ഷം രൂപ അതടക്കം എടുത്തിട്ടാണ് നമ്മൾ ആദ്യം ഒരു എഗ്രിമെന്റ് എഴുതി. ഇപ്പൊ നമുക്ക് സ്വന്തമായ ഒരു കെട്ടിടം സ്വന്തമായിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, നമ്മുടെ ബ്ലോക്കിലെ പല യൂണിറ്റുകളും ആ കെട്ടിടത്തിന് ആവശ്യമായ തുക തന്നിട്ടില്ല.
ഇപ്പൊ നമുക്കൊരു 2.5 ലക്ഷം രൂപയോളം അടിയന്തരമായ ആവശ്യമുണ്ട്. നമുക്ക് സംഭാവന തരാത്ത യൂണിറ്റുകൾ നേരത്തെ 20,000 രൂപ വെച്ച് തരണമെന്നാ പറഞ്ഞെങ്കിൽ കൂടി ഇപ്പോൾ 5,000 രൂപയെങ്കിലും വെച്ച് അങ്ങനെയുള്ള യൂണിറ്റുകൾ തരണം എന്നുകൂടി ഞാനിപ്പോ വിഞ്ഞത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. കാരണം നമുക്ക് ആ കെട്ടിടം കുറെ കൂടി മനോഹരമായി സൗകര്യപ്രദമായി നമുക്ക് അവിടെ മീറ്റിംഗ് കൊണ്ടുപോകാൻ മീറ്റിംഗ് കൂടാനുള്ള ഒരു ഹോള് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കാശ് വേണമെന്ന് പറയുന്നത്. ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളോട് വലിയ വിശ്രമപ്പെടുത്തിക്കാം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം, മെമ്പർഷിപ്പ് പ്രവർത്തനം കഴിഞ്ഞ കാലത്തെ പോലെയല്ല ഇപ്രാവശ്യം എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മാർച്ച് 31-നായിരുന്നു മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇപ്പൊ നമ്മുടെ മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ ഡിസംബർ 31-നാണ്. അതുകൊണ്ട് എല്ലാവരും ഒക്ടോബറിന് മുമ്പ് മെമ്പർഷിപ്പ് പൂർത്തീകരിക്കണം. വളരെ വേദനാജനകമായ ഒരവസ്ഥയിലാണ് നമ്മുടെ ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ മെമ്പർഷിപ്പിന്റെ കാര്യം പരിശോധിച്ചപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തോന്നിക്കൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങളുടെ പരമാവധി ശ്രമം ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. നമുക്കറിയാം 2 ലക്ഷത്തിൽ പരം മെമ്പർമാരുണ്ടായിരുന്ന, കൊറോണയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം. പക്ഷേ ഇന്ന് കൊറോണ കാലഘട്ടത്തിന് ശേഷം